സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ പെയ്യും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനീഷ്, ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. അനീഷ് കുമാർ ചേരും. ഏതായാലും ഇന്നലെ ഈ പ്രദേശത്ത് റെഡ് അലേർട്ട് ആയിരുന്നു. ഇന്നിപ്പോൾ ഈ 3 ജില്ലകളിൽ അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. അതിപ്പോൾ യെല്ലോ അലേർട്ടായി മാറിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. അനീഷ്, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ 3 ജില്ലകളിൽ ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നുവല്ലോ, അത് യെല്ലോ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും മഴ പല മേഖലകളിലും തുടരുന്നുണ്ട് എന്നാണോ? ഇത് അലേർട്ടുകളിൽ മാറ്റമുണ്ടെങ്കിൽ പോലും മഴ കനത്ത രീതിയിൽ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഏതാണ്ട് 48 മണിക്കൂറിലധികമായി കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള അതിതീവ്ര മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലയുടെ എല്ലാ മേഖലകളിലും കനത്ത മഴ പെയ്യുന്നു എന്നതാണ് ഏറ്റവും മായ കാര്യം. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്ന സാഹചര്യമാണ്. വയനാടിന് സമാനമായി തന്നെ വിലങ്ങാടക്കമുള്ള ഇടങ്ങളിൽ മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടലടക്കം ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ താമരശ്ശേരി മേഖലയിലടക്കമുള്ള ഇടങ്ങളിലും ഒക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം പുലർത്തുന്നു. ഒപ്പം നാദാപുരം അടക്കമുള്ള ഇടങ്ങളിൽ ചെക്കേട് പഞ്ചായത്തുകളിലെ കാലിക്കുളമ്പ്, എളമ്പം, നാദാപുരം ഗ്രാമപഞ്ചായത്ത്, ചിയൂർ എന്നിവിടങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റ് ഇന്നലെ ആഞ്ഞു വീശുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ചും കാർഷിക വിളകൾക്കാണ് ഇത് വലിയ നാശനഷ്ടം സൃഷ്ടിച്ചത്. ഒപ്പം കാപ്പാട് പോലുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള കടലേറ്റം ഉണ്ടാവുകയും കരയിലേക്ക് വലിയ തോതിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബേപ്പൂരിൽ നിന്ന് പോയ മത്സ്യബന്ധന വള്ളങ്ങളടക്കം ശക്തമായ കാറ്റിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ തന്നെ ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അടുത്ത ഏതാനും മണിക്കൂർ കൂടി ഈ അതിതീവ്ര മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.